ഹലോ, വെൽക്കം ബാക്ക് അഗെയിൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്, എസ്പെഷ്യലി യാൺ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് മുംബൈയിലോട്ടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ലൈക്ക് യാണൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന്. സോ അങ്ങനെ നമ്മൾ അവിടോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും അതേപോലെ തന്നെ കമൻറ്റ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട് യാൺ എവിടുന്നാണ് വാങ്ങിക്കാറുള്ളതെന്ന്. ഞാൻ ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല കേട്ടോ വാങ്ങിക്കുന്നത്, ഒരുപാട് സ്ഥലത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. ഒരുപാട് സ്ഥലത്തുനിന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കി ഓരോ പ്രൊഡക്ട്സൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ കോൺസ് ആൻഡ് പ്രോസ് ഒക്കെ അറിഞ്ഞിട്ടാണ് ഓരോ സ്ഥലത്തുനിന്ന് ഞാൻ വാങ്ങിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പ്ലേസിൽ നിന്ന് മാത്രമല്ല യാൺ വാങ്ങിക്കുന്നത്. സോ ഞാൻ എത്തിയിരിക്കുന്നത് മാജിക് നീഡിൽസ് ആണ്. ഇതൊരു യാൺ ഷോപ്പാണ് കേട്ടോ. യാൺ ഷോപ്പ് മാത്രമല്ല, അല്ലാണ്ട് കുറച്ച് പ്രൊഡക്ട്സൊക്കെ ഇവർ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മുംബൈ പൂനെയിലൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ യാൺ ഷോപ്പുള്ള കാര്യം. സോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാം, ലൈക്ക് കുറച്ചൊക്കെ യാൺ പറ്റുവാണെങ്കിൽ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇതിന് ഇൻസൈഡ് കണ്ടാൽ തന്നെ അറിയാമല്ലേ ലൈക്ക് എന്ത് അടിപൊളിയായിട്ടാണ് അവർ കീപ്പ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഇവിടെ നല്ല റേഞ്ചസ് ഓഫ് യാൺസും അവൈലബിൾ ആണ് കേട്ടോ. ചെന്ന ടൈമിൽ തന്നെ ഈ ഒരു ക്ലിയറൻസ് സെയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് പോളിസ്റ്റർ യാണാണ്. 99 റുപ്പീസിനാണ് ഇത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പോളിസ്റ്റർ യാണ് തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഡ്രസ്സസും അതേപോലെ തന്നെ ഇതേപോലെ സ്വെറ്റ് ഷർട്ട് മോഡലൊക്കെ ആയിട്ടുള്ളതൊക്കെ ഇവരിവിടെ സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, ലൈക്ക് നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു കേട്ടോ വർക്ക്സൊക്കെ. ഇതേപോലെ എനിക്കൊരു ടോപ്പ് ട്രൈ ചെയ്യണമെന്നുണ്ട്, ബട്ട് ടൈം കിട്ടുമ്പോൾ എപ്പോഴേലും ഇതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു മൈൻഡിലുള്ളത്. പിന്നെ ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസൊക്കെ ഉണ്ടല്ലോ, ഇതേപോലത്തെ ഹൂക്സ് പല സൈസസൊക്കെ ആയിട്ടുള്ളത് അതെല്ലാം അവൈലബിൾ ആയിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം ഞാൻ ഈ ഇടയ്ക്കും കൂടി വേറൊരു സെറ്റ് കൂടെ വാങ്ങിച്ചതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ നെറ്റിങ്ങിൻ്റെ ഹൂക്സ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടാപ്പസ്ട്രി മോഡലായിട്ടുള്ള ആർട്ട് വർക്ക്സ് ആയിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് വേറെ ടൈപ്സ് ഓഫ് യാൺസ് ഒക്കെ കാണിക്കാം. ഫസ്റ്റ് തന്നെ വന്നിട്ട് ഈ നാക്കോ യാണാണ്. ഇത് ശരിക്കും ഒരു വൂൾ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു യാണാണ് കേട്ടോ. അതേപോലെ നല്ല തിക്നെസ് ഉണ്ട്, ബട്ട് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇത് കണക്ക് പില്ല് കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കാരണം അതിനകത്ത് വൂൾ ബ്ലെൻഡ് ആയിട്ടുണ്ടായതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിക്നെസ് കൂടെ കുറഞ്ഞിട്ടുള്ള യാണാണ് ഈ ഒരു നാക്കോയുടെ തന്നെ യാൺ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു യാണാണ്. ഇത് വന്നിട്ട് സ്പഗേറ്റി യാണെന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര തിക്കാണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലത്തെ ബൾക്കി യാണാണ്. ഇതിന് വന്നിട്ട് മിക്സ്ഡ് കളേഴ്സ് ആയിരിക്കും. ഇതിനകത്ത് ഇപ്പം കണ്ടില്ലേ ബ്ലൂ ആൻഡ് ബ്ലാക്ക് അങ്ങനത്തെ ഒക്കെ കളേഴ്സാണ് ഈ ഒരു യാൺസിന് ഉള്ളത്. ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് റേഞ്ച് ഓഫ് കളേഴ്സ്. നെക്സ്റ്റ് കാണിക്കുന്നത് ആരിക്കോട്ട് യാണാണ്. ഇതിനകത്ത് കോട്ടൺ പ്ലസ് ആക്രിലിക് ബ്ലെൻഡ് ആയിട്ടുള്ള യാണാണ്. അതിൻ്റെ ഒരുപാട് കളർ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു യാൺ വന്നിട്ട് റീസൈക്കിൾ ആയിട്ടുള്ള യാണാണ്. ഇത് ഫുള്ളി കോട്ടൺ യാണാണ് കേട്ടോ. ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ ഒരു മാനിക്കനിൽ ഈ ഒരു ഡ്രസ്സ് കണ്ടത്. ഞാൻ അപ്പം തന്നെ ചിന്തിച്ചു ലൈക്ക് ഇത് എത്ര നേരം എടുത്ത് ചെയ്തിട്ടുള്ളതായിരിക്കുന്നു. ഇപ്പം ബാഗൊക്കെ ഉണ്ടാക്കാൻ തന്നെ ലൈക്ക് 1 വീക്ക് എടുക്കും. അപ്പം ഇങ്ങനത്തെ ഇത്രയും വലിയ ഡ്രസ്സൊക്കെ ചെയ്യുമ്പം ലൈക്ക് എത്ര ടൈം എടുക്കും എന്ന് കൂടെ ചിന്തിച്ച് നോക്കണം. ലൈക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യില്ലേ. ആൻഡ് ഇതേപോലത്തെ ഈ ഒക്ടോബേഴ്സും കണ്ടില്ലായിരുന്നു, അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇത് വന്ന് ചെയ്തിട്ടുള്ളത് ഷെനേലിയാനിലാണ് ആ ഒരു ഒക്ടോബേഴ്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഹോബി സ്റ്റോറിൻ്റെ തന്നെ ആയിട്ടുള്ളൊരു ഹൂക്കാണ്. നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോപ്പിൽ ഇതണക്ക് യാൺ മാത്രമല്ല കേട്ടോ, ഇത് വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് വന്നിട്ട് റഗ്ഡ് യാണാണ്. ഇതും ഒരു കോട്ടൺ ആ ഒരു ടൈപ്പായിട്ടുള്ള ഒരു യാണാണ് കേട്ടോ.
ഇതൊക്കെ കുറച്ച് റഗ്ഡ് യാണിൻ്റെ കളക്ഷൻസ് ആണ്. ഇത് ഫുള്ളി കോട്ടൺ യാണാണ് കേട്ടോ. അതേപോലെ എനിക്കൊന്ന് 90% കോട്ടൺ, ബാക്കി 10% വേറെ ഏതൊരു ബ്ലെൻഡും കൂടെ ചേർന്നിട്ടുള്ളതാണ്. പിന്നെ ഇതേപോലത്തെ കുറച്ച് ബാഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെയുള്ളൊരു നോർമൽ ടോട്ട് ബാഗ് എൻ്റെ മൈൻഡിൽ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇത് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡിസൈനും പാറ്റേണും ഒക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ദ മെയിൻ പ്രശ്നം ഈസ് ടൈം കിട്ടുന്നില്ല. കാരണം ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ കിട്ടുന്ന ഓർഡേഴ്സൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള ബാഗ്സിൻ്റെയും വാലറ്റും അങ്ങനത്തെ ഒക്കെ ഓർഡേഴ്സ് ആയിരിക്കും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇതുവരെ ഒരു ബാഗ് ഉണ്ടാക്കിയിട്ടില്ല. അതാണ് ദ മെയിൻ ഫാക്ട്. കാരണം ഇത്രയും ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരെണ്ണം പോലും ഇല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. സോ ഇനി എനിക്ക് കുറച്ച് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഞാൻ പുതിയ പുതിയ ബാഗ്സ് ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബാഗ് എന്തായാലും ഉണ്ടാക്കിയിരിക്കും. അതാണ് ഇനി എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞത്. ഈ ഒരു യാൺ മേടിച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന്. അപ്പം മെജോറിറ്റി ഓഫ് ആൾക്കാർ പറഞ്ഞ് യൂണിക്കോൺ ഉണ്ടാക്കാനാണ്. അപ്പം അതിൻ്റെ ഒരു അമിഗുരുമി പറ്റുവാണല്ലോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേപോലെ ഈ ഒരു ചെറിയ ബാഗും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലത്തെ മിനി ഒരു ബാഗാണ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ആരിക്കോട്ട് യാൺ പോലത്തെ ഉള്ള ഒരു യാൺ ആണെന്ന് തോന്നുന്നു. ലൈക്ക് ഐ ആം നോട്ട് ഷുവർ ഓഫ് ഇറ്റ്. പക്ഷേ എന്തായാലും കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു യാൺ തന്നെയാണ്. പിന്നെ ക്രോഷയ്ക്ക് ആവശ്യമുള്ള വേറൊരു സാധനമാണ് സ്റ്റിച്ച് മാർക്ക്. ഈ കാണുന്ന 3 സ്റ്റിച്ച് മാർക്സ് ആണ്. ഈ കാണുന്നത് നീഡിൽസ് ആണ്. ഇനി നെക്സ്റ്റ് യാൺ വന്നിട്ട് ഈ ഷെനൽ യാൺ ആണ്. ഇതിൻ്റെ ഒരുപാട് തിക്നെസ് ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ബൾക്കി, സൂപ്പർ ബൾക്കി അങ്ങനത്തെ ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസും ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ ഇവർ യാൺ വെച്ചേക്കുന്ന ഫുള്ളി ഓർഗനൈസ്ഡ് ആയിട്ട് ലൈക്ക് കളർ ഓപ്ഷൻസ് എല്ലാം ലൈക്ക് ബ്ലെൻഡ് ആയ രീതിയിലാണ് വെച്ചേക്കുന്നത്. അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതെല്ലാം വെച്ചിരിക്കുന്നത് ഷെനൽ യാൺ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കീ ചെയിൻസും ചെയ്ത് വിട്ടിട്ടുണ്ട്. ലൈക്ക് പിക്കാച്ചു, ഹേർട്ടിൻ്റെ ഫ്ലവേഴ്സ്, ഈവിളായി, ഇതേപോലത്തെ ഒരുപാട് ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബെൽറ്റാണ്. എസ്പെഷ്യലി നമ്മളുടെ നോർമൽ ബ്ലാക്ക്, ബ്രൗൺ ആ ഒരു കളറൊക്കെ വിട്ട് ഇതേപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ബെൽറ്റൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസും ഡിസൈൻസും അതേപോലെ തന്നെ ഒരുപാട് കളർ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആയിരുന്നു ഈ ബെൽറ്റിൻ്റെ. ഇപ്പോൾ തന്നെ കണ്ടില്ല എന്തോരം ഉണ്ടെന്ന്. പിന്നെ അത് കൂടാഞ്ഞിട്ട് തന്നെ ഒരുപാട് ടൈപ്സ് ഓഫ് ഹാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും ഇതേപോലെ ഒരു കാറ്റിയർ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഹാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു ഡു ചെക്കൗട്ട്. ഈ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ലൈക്ക് ഹൗ ക്രിയേറ്റീവ് ദേ ആർന്ന്. കാരണം അത്രയ്ക്കും അവർ തിങ്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറെന്നേ ഞാൻ പറയത്തുള്ളൂ. ലൈക്ക് എവിടെ എന്തൊക്കെ പ്ലേസ് ചെയ്താൽ ലൈക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, യാൺ കൊണ്ട് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാം അവർ ഈ സ്റ്റോറിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആർട്ട് വർക്ക് കണ്ടില്ലേ, ഇതെല്ലാം ചെയ്തിട്ടുള്ള മക്രാമേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാൺ കൊണ്ടാണ്. ഇത് കണ്ടപ്പോഴാണ് എൻ്റെ മൈൻഡിലും ഒരു ഇത് വന്നത്, ലൈക്ക് എൻ്റെ റൂമിൽ ഇതേപോലെ ടാപ്പസ്ട്രി ഒക്കെ വെച്ചിട്ടുള്ളൊരു ഫ്രെയിംസ് ഒക്കെ ചെയ്യണമെന്ന്. സോ എന്തായാലും ഞാൻ ഫ്യൂച്ചറിൽ ചെയ്തിടും. ഫസ്റ്റ് ഞാൻ സ്റ്റോർ ഫുള്ള് കണ്ടതിന് ശേഷമാണ് യാണൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങിയത്. അതേപോലെ തന്നെ കയറി വരുന്നിടത്ത് ഇതേപോലെ ഒരുപാട് ഫ്ലവർ ഓപ്ഷൻസ് അവർ വെച്ചിട്ടുണ്ട്. ലൈക്ക് സൺഫ്ലവർ, ലാവൻഡർ, റോസസ്, തുലിപ്സ്, അങ്ങനെ ഒരുപാട് ഫ്ലവർ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് യാൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വന്നതല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു നല്ല രീതിക്ക് കുറച്ച് പൈസയൊക്കെ പൊട്ടിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ചധികം യാൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം, ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്, അതേപോലെ എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഫുള്ളി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.